ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഒക്ടോബർ 21 ചേർന്ന PSC യോഗ തീരുമാനപ്രകാരം നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്, അതായത് 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഡിഗ്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാമുമാണിത് കമ്പനി ബോർഡ് LGS. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഇനിയും പഠിച്ചു തുടങ്ങാത്ത ചിലരെങ്കിലും ഉണ്ടാവും. അപ്പോൾ എത്രയും വേഗം തന്നെ ഇതിൻ്റെ സിലബസൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. അങ്ങനെ പഠിച്ചു തുടങ്ങുന്നവർക്കായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ക്ലിയർ ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇത്തരം ടോപ്പിക്കുകൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം സിലബസ് കവർ ചെയ്യുക എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ എപ്പോഴും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയാസ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും 20 മാർക്ക് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിലെന്തില്ല, ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളൊന്ന് അതായത് ഒരു സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കി നല്ല രീതിയിൽ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചു മാറുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇതിൽ വരുന്നത് പൊതുവിജ്ഞാനം. ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് നമ്മുടെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കരാറുകളെല്ലാം ഈ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹിസ്റ്ററി ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഓർത്തിരിക്കുക, ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ അതറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പ്രധാന ദേശീയ പ്രസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കരാറുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ രാജാറാം മോഹൻ റോയ് നവോത്ഥാനത്തിൻ്റെ ഭാഗം വരാൻ നേരത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇത്. നവോത്ഥാന നായകന്മാരിലെ രാജാറാം മോഹൻ റോയ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടോ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരിൽ ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കുക, കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ അയ്യങ്കാളിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, ആ ഏരിയയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അതിർത്തികൾ, അതുപോലെ തന്നെ മണ്ണ്, ആ ഏരിയയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഇന്ത്യയിലെ ഋതുക്കൾ, അതും എന്താണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ അതിർത്തികൾ, അതുപോലെ അടിസ്ഥാന വിവരങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ ആദ്യമേ ആ ഭാഗം ക്ലിയർ ചെയ്യുക കേട്ടോ. അതുപോലെ മറ്റൊരു ഭാഗമാണ് വന്യജീവി സങ്കേതങ്ങളും, അതുപോലെ തന്നെ ദേശീയോദ്യാനങ്ങളും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം പഠിക്കാൻ നേരത്തെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ,
നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ്, ഭരണഘടനാ ഭേദഗതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതുപോലെ ലിസ്റ്റുകൾ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ലിസ്റ്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ടോപ്പിക്കുകൾ ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നോടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് നവോത്ഥാന നായകന്മാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നല്ല രീതിയിൽ തന്നെ ആ ഭാഗം പഠിക്കുക. ധാരാളം നവോത്ഥാന നായകന്മാരുണ്ട്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാർ, ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, ഇവരെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇന്ത്യയുടെയും അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുക. അതായത് മണ്ണ്, കാലാവസ്ഥ, ഋതുക്കൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അതിർത്തികൾ, ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫി ആ ഏരിയയിൽ നിന്നും പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വിവിധ സാമ്പത്തിക മേഖലകൾ, അതായത് നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ നേരത്ത് നമ്മൾ പഠിക്കേണ്ടത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നെല്ലാം നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ സാമ്പത്തിക മേഖലകൾ, സമ്പദ് വ്യവസ്ഥകൾ, അതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം, നീതി ആയോഗ്, ഈ ടോപ്പിക്കുകൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ടോപ്പിക്കുകളാണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പദ്ധതികളും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ GK പോർഷൻ്റെ ആ ഭാഗം നമ്മൾ കവർ ചെയ്യുക കേട്ടോ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയയ്ക്കായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സയൻസിൽ നമുക്കറിയാം പ്രധാനമായിട്ടും എപ്പോഴും ചോദിക്കുന്നതാണ് വിറ്റാമിനുകളുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ അറിഞ്ഞിരിക്കുക. ഗവേഷണ കേന്ദ്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവൊക്കെ പഠിക്കാൻ നേരത്തെ തലച്ചോറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അതൊക്കെ ബ്രെയിൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അതുപോലെ നമ്മൾ പറഞ്ഞു ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അല്ലേ, വിറ്റാമിനുകളും അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ ഭൗതിക ശാസ്ത്രം വരാൻ നേരത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഏതൊക്കെ? അയിരുകളും ധാതുക്കളും, മൂലകങ്ങൾ, അതുപോലെ തന്നെ പ്രവൃത്തിയും ഊർജവും, താപവും ഊഷ്മാവും, ശബ്ദവും പ്രകാശവും, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസ് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴേ നല്ല രീതിയിൽ ഓരോ ടോപ്പിക്ക് വീതം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കുക. അതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം പഠിച്ചു മാറുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ടോപ്പിക്ക് തിരിച്ച് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അത് പഠിച്ചു മാറുക കേട്ടോ. അതുപോലെ പൊതുജനാരോഗ്യം, അതിൽ പറഞ്ഞിരിക്കുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് തവണ ചോദിക്കാറുള്ളൊരു ഭാഗമാണിത്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഗണിതത്തെക്കുറിച്ച് പറയുമ്പോൾ ലഘുഗണിതം ത്തെക്കുറിച്ചും അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ടോപ്പിക്കുകളും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗ്ഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, അതുപോലെ തന്നെ അടിസ്ഥാന ക്രിയകൾ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. നമ്മൾ നല്ല രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് അല്ലേ. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ,
തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാന കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം എന്നിവ. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി മാത്സ് പഠിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തുക കേട്ടോ. കാരണം നമുക്ക് ഇവിടെ അറിയാം ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങൾ നമുക്ക് ഈ സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാത്സിന് നല്ല പ്രാധാന്യം കൊടുക്കുക. അതിന് ഡെയിലി നമ്മൾ ഒരു മണിക്കൂർ മാറ്റി വെച്ച് ഓരോ ഭാഗമായിട്ട്, അതായത് ഓരോ ടോപ്പിക് എടുത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു GK പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ച് മാറുക. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാലും അതിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയറിൽ ധാരാളം പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയകൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു മുന്നോട്ട് വരിക. നമ്മുടെ മുന്നിൽ ഇനിയും കൂടെ കുറച്ചും കൂടെ സമയമുണ്ട്. ആ സമയം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മിൻറ്റിൽ കമ്പനി ബോർഡ് LGSൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓർക്കുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു വരിക. എത്രയും വേഗം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എല്ലാവരും അപ്ലൈ ചെയ്യുക. കൃത്യമായ പഠനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്